നമ്മളൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെച്ചിങ് വർക്കൗട്ട് എന്നുള്ളത്. സ്ട്രെച്ചിങ്ങിനെ നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഡൈനാമിക് സ്ട്രെച്ചിങ്ങും സ്റ്റാറ്റിക് സ്ട്രെച്ചിങ്ങും. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കൗട്ട് ഏത് വർക്കൗട്ടാണോ അല്ലെങ്കിൽ ഏത് മസിൽ ഗ്രൂപ്പിലാണോ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്, ആ മസിൽ ഗ്രൂപ്പിനുള്ള സ്ട്രെച്ചിങ് വർക്കൗട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 4 3 2 1 റിലാക്സ്. Go easy. 1 2 3 4 easy. 1 and raise max. Good. 2 super. 3 okay, relax. 2 opposite. നമ്മൾ ഫസ്റ്റ് ചെസ്റ്റിന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബോഡി വെയ്റ്റ് ട്രെയിനിങ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയ്യുന്നത് പുഷപ്സ് ആണ് ചെയ്യുന്നത്. സൂപ്പർ. ഗുഡ്. ഓക്കെ, ബോഡി ആംസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് സ്കാൽപ്പ് ട്രാക്ഷൻ, ചെസ്റ്റ് ഓപ്പൺ. ഗുഡ്. ബ്രീത്തിങ്. ദിസ് 5 repetitions. Go. Is 1 down, lifting. 2 super. 3 4 is 5. ഫ്ലോർ പുഷപ്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ലെവലിലോ ഹിപ്പ് ലെവലോ നീസ് ലെവലിലോ ഒരു ബാറോ ബെഞ്ചോ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പുഷപ്പ് ചെയ്യാവുന്നതാണ്. Down. Push it. 5 repetitions. 3 4 1 more. ഫ്ലാറ്റ് ഡംബിൾ പ്രസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോസ്റ്റർ എന്നുള്ള സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എടുത്തേക്കുന്ന വെയിറ്റ് 7.5 kg ആണ്. സ്പൈൻ എപ്പോഴും വയ്ക്കേണ്ടത് നമ്മുടെ ബെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ സ്പൈൻ എപ്പോഴും ആർച്ചായിട്ട് വയ്ക്കുക, അതായത് നല്ല ഹൈപ്പർ എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മുടെ സ്പൈൻ വയ്ക്കുക. നീസ് വയ്ക്കുമ്പോൾ പുറത്തേക്ക് ഔട്ട് ചെയ്യുക, ലെഗ്സ് കുറച്ചുകൂടി ഔട്ടാക്കി വെച്ചിട്ട് ഹീലിൽ മാക്സിമം വെയിറ്റ് കൊടുക്കുക. എന്നിട്ട് റിലീസ് ചെയ്യുമ്പോൾ സ്ലോ റിലീസ് ചെയ്യുക, പുഷ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ പുഷ് ചെയ്യുക. 3 sets ആണ് നമ്മൾ ചെയ്യേണ്ടത്. 15 repetition, 12 repetition, 10 repetition. ഇങ്ങനെ നമ്മൾ 3 സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. നോക്കാം. നമ്മൾ ചെസ്റ്റിന് 3 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അപ്പർ, മിഡ്, ലോ എന്നുമാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്ലാറ്റ് ചെസ്റ്റ് ചെയ്തു. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പർ ചെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലൈൻ ലെവലിൽ ഒരു ബെഞ്ച് സെറ്റ് ചെയ്യുന്നത് 35 അല്ലെങ്കിൽ 45 ഡിഗ്രിയിലാണ് ബെഞ്ച് സെറ്റ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണോ ചെസ്റ്റിൻ്റെ ഫ്ലാറ്റ് ചെസ്റ്റ് ചെയ്തത് അതേപോലെ തന്നെ ആ ഒരു സെയിം പോസ്റ്ററായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ ലെഗ്സ് വയ്ക്കുന്ന പൊസിഷനായാലും നമ്മുടെ സ്പൈൻ വയ്ക്കുന്ന പൊസിഷനായാലും സെയിം ആ ലെവലിൽ തന്നെ മാക്സിമം കീപ്പ് ചെയ്യുക. ഡംബൽ എപ്പോഴും പിടിക്കുമ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് സ്ട്രൈറ്റ് വെച്ചിട്ട് ഡംബൽ പിടിക്കുക. റിലീസ് ചെയ്യുമ്പോൾ സ്ലോ റിലീസ് ചെയ്യുക. നമ്മൾ എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്, അതായത് നമ്മൾ അപ്പർ ചെസ്റ്റ് ആണെങ്കിൽ അപ്പർ ചെസ്റ്റിലേക്ക് മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുമ്പോൾ സ്ലോ ഡൗൺ ദെൻ സ്പീഡിൽ പുഷ് ചെയ്യുക. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് പെഗ് ഫ്ലൈ ആണ് ചെയ്യാൻ പോകുന്നത്. പെഗ് ഫ്ലൈ വർക്കൗട്ടിൽ നമ്മൾ ലോവർ ചെസ്റ്റാണ് ഫോക്കസ് ചെയ്ത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും നോക്കാം. ചെസ്റ്റ് മാക്സിമം ഓപ്പൺ ചെയ്യുക. നമ്മുടെ എൽബോസ് വയ്ക്കുമ്പോൾ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യാണ്ട് കുറച്ച് ബെൻഡ് ചെയ്യാൻ പറ്റും നോക്കാം എൽബോസ്. ദെൻ ചെസ്റ്റ് ലെവലിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ ആംസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുക. റിലീസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ എൽബോസ് സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്ത് മാത്രം റിലീസ് ചെയ്യാൻ നോക്കുക. സ്പീഡിൽ പ്രസ് ചെയ്യുക, അതിൻ്റെ ഹാഫ് സ്പീഡിൽ മാത്രമേ റിലീസ് ചെയ്യാവുള്ളൂ. ചെസ്റ്റ് ഒരു പുഷിംഗ് വർക്കൗട്ട് ആയതുകൊണ്ട് നമ്മളിന്ന് ചെസ്റ്റിൻ്റെ ഒപ്പം ട്രൈസെപ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. ട്രൈസെപ്സിൻ്റെ ഫസ്റ്റ് വേരിയേഷൻ കേബിൾ ബാർ പുഷ് ഡൗൺ ആണ്. നമ്മുടെ സ്പൈൻ എപ്പോഴും ന്യൂട്രലായിരിക്കണം. നീസ് സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്ത് വയ്ക്കുക. ബോഡി ഫ്രണ്ടിലേക്ക് കുറച്ച് ലീൻ ചെയ്തിട്ട് ആംസ് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുക. ദെൻ സ്ലോ റിലീസ് ചെയ്യുക. എപ്പോഴും എൽബോസ് ഫിക്സ് ആയിരിക്കണം. ദെൻ പുഷ് ഡൗൺ, മാക്സിമം സ്ലോ റിലീസ് ചെയ്യുക. എപ്പോഴും നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ സ്പീഡിൽ പോകാണ്ട് മാക്സിമം ടെൻഷൻ കൊടുത്ത് തന്നെ സ്ലോലി മാക്സിമം റിലീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ട്രൈസെപ്സിൻ്റെ രണ്ടാമത്തെ വേരിയേഷൻ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഡംബൽ ഓവർ ഹെഡ് എക്സ്റ്റൻഷനാണ്. സ്റ്റാൻഡിങ്ങും ചെയ്യാം, സീറ്റഡും ചെയ്യാം. നിങ്ങൾക്ക് സീറ്റഡ് ആണെങ്കിൽ ബോഡി കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. നമ്മുടെ എൽബോസ് എപ്പോഴും നമ്മുടെ ഹെഡിനോട് മാക്സിമം ക്ലോസ് വയ്ക്കാൻ പറ്റും നോക്കുക. എൽബോസ് ഫുൾ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സ്ലോലി നമ്മുടെ ഹെഡിനെ ബാക്കിലേക്ക് ഡൗൺ ചെയ്യുക. ദെൻ ഹൈപ്പർ എക്സ്റ്റെൻഡ് ചെയ്യുക. വേറെ ഒന്നുമില്ല, എക്സ്റ്റൻഷൻ ഫ്ലെക്ഷൻ മാത്രമേ ഈ മൂവ്മെൻ്റ് ഉള്ളൂ. സോ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്കൗട്ട് എന്തായാലും ചെയ്തു. വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, വർക്കൗട്ട് മുന്നേ ചെയ്യേണ്ടത് ഡൈനാമിക് സ്ട്രെച്ചിങ്ങും. ദെൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു 15-20 മിനിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ലോ ഇൻറ്റൻസിറ്റി കാർഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് സ്ട്രെച്ചിങ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ചെസ്റ്റിൻ്റെ സ്ട്രെച്ചിങ് വർക്കൗട്ട് ചെയ്യാം ആൻഡ് ട്രൈസെപ്സിൻ്റെ സ്ട്രെച്ചിങ് വർക്കൗട്ട് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പൊസിഷനിൽ ഒരു ലെഗ് ബാക്കിലേക്ക് വൈഡാക്കി വയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഹാൻഡ് നമ്മൾ പ്രസ് കൊടുക്കുക. എപ്പോഴും നമ്മളൊരു 5 seconds നല്ലപോലെ ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കാം. സ്ട്രെച്ച് ചെയ്ത് ഒരു 5 seconds അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും നോക്കാം.